ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ റെയിൻ 40 പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ മൂന്നാർ നെൽസൺ ബോയ്സ് വിജയികളായി. മൂന്നാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടന്നത്. അയൽ സംസ്ഥാനത്തു നിന്നുൾപ്പെടെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മൂന്നാറിലെ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ റെയിൻ 40 പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം മൂന്നാറിൽ നടന്നത്. പഴയ മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ മൂന്നാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടന്നത്. മത്സരത്തിൽ മൂന്നാർ നെൽസൺ ബോയ്സ് വിജയികളായി. രണ്ടാം സ്ഥാനം ബീച്ച് ഫുട്ബോൾ കൊച്ചിയും, 3ഉം 4ഉം സ്ഥാനങ്ങൾ യഥാക്രമം വർക്ക്ഷോപ്പ് റിക്രിയേഷൻ ക്ലബ്ബും മൂന്നാർ സിഗ്നേച്ചറും കരസ്ഥമാക്കി. മണി MLA മത്സരങ്ങൾ കിക്ക് ഓഫ് ചെയ്തു. സമാപന സമ്മേളനത്തിൽ രാജ MLA, മൂന്നാർ DYSP അലക്സ് ബേബി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർച്ചയായി മൂന്നാം വർഷവും അറിയപ്പെടുന്ന ഒരു പരിപാടിയായി ഈ പെനാൽറ്റി ഷൂട്ടൌട്ടിനെ ഗ്രീൻസ് മൂന്നാറിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ എത്തിച്ചേരുമ്പോൾ ആദ്യ വർഷം ഇതിന്റെ തുടക്കം കുറിക്കുമ്പോൾ ഒരു ആലോചന യോഗത്ത് എങ്ങനെയാണ് ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക, എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച ഒരു യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. മികച്ച ഗോൾ കീപ്പറിനുള്ള മേരി തോമസ് മെമ്മോറിയൽ അവാർഡ് വർക്ക്ഷോപ്പ് റിക്രിയേഷൻ ക്ലബിലെ ഗോഡ്ബിനും, മികച്ച ഷൂട്ടർ അവാർഡ് നെൽസൺ ബോയ്സിലെ അജിത്തും കരസ്ഥമാക്കി. പ്രോഗ്രാം കൺവീനർ ലിജി ഐസക്, പ്രോഗ്രാം ചെയർമാൻ KK വിജയൻ, KDHP കമ്പനി വൈസ് പ്രസിഡന്റ് VP കരിയപ്പ, ഗ്രീൻസ് പ്രസിഡന്റ് KA മജീദ്, സെക്രട്ടറി G സോജൻ, CPM മൂന്നാർ ഏരിയ സെക്രട്ടറി R ഈശ്വരൻ, C ചന്ദ്രപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് M ഭവ്യ എന്നിവർ സംസാരിച്ചു. അയൽ സംസ്ഥാനത്തു നിന്നുൾപ്പെടെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 1, 2, 3, 4 സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 30,000, 20,000, 10,000, 5,000 രൂപ വീതവും വ്യക്തിഗത സമ്മാനങ്ങളും ട്രോഫികളും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.